അദ്ദേഹം നാടിന് വേണ്ടി നടത്തിയ പ്രവർത്തനങ്ങൾ പുതുപ്പള്ളിക്ക് മാത്രമല്ല കേരളത്തിന് വേണ്ടി നടത്തിയ പ്രവർത്തനങ്ങൾ ആരും എൻ്റെ അടുത്ത് കൃത്യമായി ഇന്നലെ പറയുകയുണ്ടായി. അദ്ദേഹം അങ്ങനെ പുതുപ്പള്ളിക്ക് വേണ്ടി മാത്രമായിട്ടില്ല ജീവിച്ച ഒരാളല്ല. അദ്ദേഹം കേരളത്തിന് മുഴുവൻ ജീവിച്ചൊരു വ്യക്തിയാണ്. അപ്പം ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന് മണ്ഡലത്തിന് ചെയ്യാൻ അദ്ദേഹം ഈ പരിമിതി വെച്ചല്ലോ, നേരത്തെ പരിമിതി എനിക്ക് വെച്ചൊരു പരിമിതി വെച്ചല്ലോ, അതേപോലെ പുതുപ്പള്ളിക്ക് ഒരു പരിമിതി അതിൽ വെച്ചിരുന്നു. കാരണം മുഖ്യമന്ത്രി എന്ന നിലയിൽ എല്ലാവരോടും തുല്യനീതി കാണിക്കണം. അതിന് ചിലപ്പോൾ ഒരു പരിധി അവിടെ വെച്ച് കാണാം. അല്ലാതെ ഒരു താല്പര്യക്കുറവല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ പൊളിറ്റിക്കൽ ഒരു അനന്തരാവകാശത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് കേട്ടത് നമ്മളൊരു പത്രത്തിൽ ജോലി ചെയ്യുന്നു എന്നുള്ള നിലയിൽ കേട്ടതെന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ യഥാർത്ഥ അവകാശിയായി വരേണ്ടിയിരുന്നത് അച്ചു ഉമ്മൻ എന്നൊരു സ്ഥാനത്തേക്ക്. താങ്കൾ എപ്പോഴെങ്കിലും അങ്ങനെ ഒരു സ്ഥാനത്തെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? അങ്ങനെയൊന്നും കേട്ടിട്ടുണ്ടോ? അവർ രാഷ്ട്രീയത്തിലില്ലല്ലോ, ഒരു പൊളിറ്റിക്സിലില്ലല്ലോ. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു ചർച്ചയൊക്കെ വന്നത്? ഇപ്പം സ്വാഭാവികമായിട്ടും അവർ ആക്റ്റീവായിരുന്ന സമയത്തെക്കുറിച്ചൊക്കെ ചർച്ച വന്നപ്പോൾ വന്നു. അവരിനി വരാൻ സാധ്യതയുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. ഫാമിലിയിൽ നിന്ന് ഒരാൾ മതി എന്നുള്ളത് തന്നെയാണ് അങ്ങനെ ഒരു ഇതാണ് നമ്മുടെ പൊതുവെയുള്ള അണ്ടർസ്റ്റാൻഡിങ്. അതുപോലെ തന്നെ ഈ പുതുപ്പള്ളിയുടെ വികസനത്തെ കുറിച്ച് പറഞ്ഞത്, ഈ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് നടന്ന വികസനത്തെ കുറിച്ച് പറഞ്ഞു. പക്ഷെ അതിനെക്കുറിച്ച് CPM ഈ തിരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് വല്ലാത്ത ആക്ഷേപങ്ങളും മറ്റും ഉയർത്തി. പക്ഷേ ഈ പുതുപ്പള്ളിയിൽ നമ്മൾ എന്ത് പറഞ്ഞാൽ 53 വർഷത്തെ പുതുപ്പള്ളിയിൽ ഇപ്പം നിലവിലുണ്ടായിരുന്ന വികസനം മതി എന്നുള്ളതാണോ? ഇപ്പം അച്ചൂമ്മൻ പറഞ്ഞത് ആ തരത്തിലൊരു സെന്റൻസ് ആയിരുന്നു, അത് മതി എന്നുള്ളതാണോ? അല്ല, താങ്കൾ എങ്ങനെയാണ് ആ പുതുപ്പള്ളിയുടെ ഒരു വികസനത്തെ കുറിച്ചുള്ള ചർച്ചയെ കാണുന്നത്? ഞാൻ വോട്ട് തേടിയത് തന്നെ വികസന തുടർച്ചയ്ക്ക് വോട്ടെന്ന്. അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം. അദ്ദേഹം ചെയ്ത കാര്യങ്ങളിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ, നിങ്ങളെപ്പോലുള്ള ജേർണലിസ്റ്റ് പഠിക്കുന്ന 5 സ്ഥാപനങ്ങളെ ഇന്ത്യയിലുള്ളൂ. അതിലൊന്നും പുതുപ്പള്ളിയില്ല. രാജീവ് ഗാന്ധിയുടെ പേരിലുള്ള ആദ്യത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻ RIT അത് പുതുപ്പള്ളിയിലാണ്. അവിടുന്ന് 10 ഏക്കർ കൊടുത്തിട്ടാണ് IIMC തുടങ്ങുന്നത്. KR നാരായണൻ്റെ പേരുള്ള ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട്. അതുപോലെ തന്നെ എല്ലാ പഞ്ചായത്തിലും ആയുർവേദം, ഹോമിയോ, അലോപ്പതി, വെറ്റിനറി ഹോസ്പിറ്റൽസ്. അപ്പം ഇന്നൊരു കുട്ടി വിചാരിച്ചാൽ LKG തൊട്ട് MTech വരെ പഠിക്കാനുള്ള സൗകര്യം ആ മണ്ഡലത്തിൽ അകത്തുണ്ട്. കോട്ടയത്തെ ആദ്യത്തെ ഗവൺമെൻറ് കോളേജ് കൊണ്ടുവന്നത് നാട്ടകത്താണ്. ഇന്ന് നാട്ടകം പുതുപ്പള്ളിക്ക് പുറത്താണെങ്കിലും പുതുപ്പള്ളിയിലെ കുട്ടികൾക്കാണ് അതിൻ്റെ ഗുണം. അപ്പം അദ്ദേഹം ചെയ്ത വികസനങ്ങൾ വളരെ സൈലൻ്റ് ആയിട്ടുള്ള ഒരു വികസന മോഡലാണ്. മാത്രമല്ല നമ്മുടെ ആവാസ വ്യവസ്ഥയ്ക്ക് ഒരു വ്യത്യാസം വരാതെ തന്നെ, ഇപ്പോൾ ഡെവലപ്മെൻറ്റ് പ്രശ്നം വരുമ്പോൾ ഫസ്റ്റ് പ്രോബ്ലം വരുന്നത് നമ്മുടെ എൻവയൺമെൻറ്റിനാണ്. അതിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോയിരിക്കുന്നത്. നിങ്ങൾ സ്പിന്നിങ് മിൽ, മീനടുത്ത് സ്പിന്നിങ് മില്ലും അതേപോലെ അയർക്കുന്നത് സ്പിന്നിങ് മില്ലും, 2 സ്പിന്നിങ് മില്ലുണ്ട്. ആ സ്പിന്നിങ് മില്ലിൽ 300-400 പേരാണ് വെച്ചാണ് ജോലി ചെയ്യുന്നത്. അപ്പം ചെയ്യാവുന്നതിൻ്റെ പരമാവധി അദ്ദേഹം ചെയ്തിട്ടുണ്ട്. റോഡുകളുടെ കാര്യം എടുത്തോളൂ, 8 മീറ്ററിൻ്റെ വീതി കൂടുതലല്ല PWD ആണ്, ബാക്കി പഞ്ചായത്തിൻ്റെ ഇതിലാണ്. അപ്പോൾ മാക്സിമം ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റും എഡ്യൂക്കേഷൻ ഡെവലപ്മെൻറ്റും ഹെൽത്ത് വൈസിൻ്റെ ഡെവലപ്മെൻറ്റും അവിടെ നടന്നിട്ടുണ്ട്. പിന്നെ പ്രചരണത്തിൽ ഒരിക്കലും ഇടതുപക്ഷം പുറകിലല്ല. ഇപ്പോൾ തന്നെ യാഥാർത്ഥ്യം പുറത്തു വന്നു സോളാറുമായി ബന്ധപ്പെട്ടുള്ള. ആ സോളാറുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ആക്ഷേപങ്ങൾ ഇന്ന് എവിടെ നിൽക്കുന്നു? പ്രചരണത്തിൻ്റെ കാര്യത്തിൽ ഒരാൾക്കും അവരെ തോൽപ്പിക്കാൻ പറ്റില്ല. അപ്പം ഈ പ്രചരണം വിശ്വസിച്ചിരുന്നത് ഇന്ന് പലരും കുറ്റമേറ്റ് പറയുകയാണ്, അല്ലെങ്കിൽ ഒരു കുറ്റബോധത്തോടെ സംസാരിക്കുകയാണ്. ഈ കുറ്റമേറ്റ് പറയുന്നതിൽ UDF-ന്റെയും കോൺഗ്രസിന്റെയും നേതാക്കളും പറയാതെ കുറ്റമേറ്റ് പറയുന്നുണ്ട്. UDF-നും കോൺഗ്രസിനും എന്താ അതിന് ബന്ധം? കഴിഞ്ഞ ദിവസം ഒരു ദലാൽ നന്ദകുമാറിന്റെ റിമാർക്ക് അനുസരിച്ചിട്ട്, അല്ല ഞാനത് കംപ്ലീറ്റ് ചെയ്തതാണ്, 2 മുൻ ആഭ്യന്തരമന്ത്രിമാർ ഇതില് ഒരു ക്രൂഷ്യൽ റോൾ പ്ലേ ചെയ്തു കക്ഷി പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു ആഭ്യന്തരമന്ത്രി പറയുന്നു, അല്ല ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല എന്ന് പറയുന്നു. പ്രതിപക്ഷ നേതാവ് പറയുന്നു, അല്ല മുഖ്യമന്ത്രിയോട് അറിഞ്ഞിട്ടാണ് ജോബിനെ അറസ്റ്റ് ചെയ്തതെന്ന് പറയുന്നു. KC ജോസഫ് മറ്റൊരിടത്തുനിന്ന് ഇത് കൗണ്ടർ ചെയ്യുന്നു. ഇക്കാര്യത്തില് ഉമ്മൻചാണ്ടിയുടെ മകനെന്ന നിലയ്ക്കും കോൺഗ്രസ് നേതാവ് നിലയ്ക്കും ചാണ്ടി ഉമ്മൻ എന്താണ് അറിയാവുന്നത്? കോൺഗ്രസിൽ നിന്ന് ഒരു പ്രശ്നവും എൻ്റെ പിതാവിനുണ്ടായിട്ടില്ല, അത്രയും എനിക്കറിയാം.
ഇതിനകത്ത് കുഴപ്പമുണ്ടാക്കിയത് ആരാന്ന് എല്ലാവർക്കും അറിയാം. ഇപ്പം സൈബറിൽ പ്രചരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അന്വേഷണത്തിന് വേണ്ട എന്ന് പറഞ്ഞു. അപ്പം പഴയ വാർത്ത എടുത്തിട്ട് സോളാറിൽ എനിക്കെതിരെ വന്ന ആരോപണങ്ങൾ ഉന്നയിച്ചിട്ട് ഇന്നും ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ട്രെൻഡാണ്. ഇത്രയും വൃത്തിഹീനമായിട്ടുള്ള ആക്ഷേപങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അന്ന് നടന്നിരുന്നു. അപ്പം ഞാൻ അത് വേണ്ടെന്ന് പറഞ്ഞെന്നാണ് പറയുന്നത്. അത് കേരള പോലീസ് അന്വേഷിച്ചു, ഇവിടുത്തെ ശിവരാജൻ കമ്മീഷൻ അന്വേഷിച്ചു, അവസാനം CBI അന്വേഷിച്ച് ചവിട്ടുകൊട്ടി തള്ളി. അത് പറയുന്നില്ല. ഇപ്പം പറയുന്നത് ഞാൻ അന്നത്തെ കാര്യങ്ങൾ വേണ്ടെന്ന് പറഞ്ഞു. ഞാൻ അതല്ല പറഞ്ഞത്, ഞാൻ അത് 3 പ്രാവശ്യം അന്വേഷിച്ചു കഴിഞ്ഞു. ഞാൻ പറഞ്ഞെന്താ, ഇനി ഒരു ഗൂഢാലോചന ഉണ്ടായിരുന്നു, CBI പറയുന്നു. അതിൻ്റെ പുറത്ത് ഒരു അന്വേഷണം നടക്കാൻ പോകുന്നു. എന്തർത്ഥമുള്ളത്? കാരണം എൻ്റെ ഒരു വ്യക്തിപരമായ കാഴ്ചപ്പാടാണ്. കോൺഗ്രസിൻ്റെ വ്യൂ അല്ല ഇത്. കോൺഗ്രസിൻ്റെതായ സ്റ്റാൻഡുണ്ട്. ഞാനത് കോൺഗ്രസ് സ്റ്റാൻഡ് പോയാലേ ഞാൻ പോകത്തുള്ളൂ. കോൺഗ്രസ് സ്റ്റാൻഡ് ഇസ് ഫൈനൽ എന്നെ സംബന്ധിച്ച്. പക്ഷെ എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായ ഒരു കാഴ്ചപ്പാടുണ്ട് ഇതിന്. എന്താണെന്ന് വെച്ചാൽ അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ കോൺഗ്രസ് ലീഡർഷിപ്പിൻ്റെ തീരുമാനം അൾട്ടിമേറ്റ് തീരുമാനം. അതൊരു മറ്റൊന്നുമല്ല ഇവിടുത്തെ ഈ ഒരു ഞാൻ ഇത്രയേ ഉള്ളൂ പറയുന്നുള്ളൂ. എത്ര രൂപ ചെലവഴിച്ചു കഴിഞ്ഞു? ഞാൻ അതിനകത്ത് ലീഡർഷിപ്പിൻ്റെ സ്റ്റാൻഡാണ് എൻ്റെ സ്റ്റാൻഡ്. അതിൽ നിന്ന് ഞാൻ ഒരു സ്റ്റാൻഡ് എടുക്കത്തില്ല. പക്ഷേ ഇതാണ് എൻ്റെ വ്യൂ പോയിന്റ്. എൻ്റെ വ്യൂ പോയിന്റ് അപ്പസ്റ്റ് എന്തായിരിക്കും സ്റ്റാൻഡ് എടുക്കുക? ഇങ്ങനൊരു ഗൂഢാലോചന ഉണ്ടായിരുന്നു, അപ്പം ചിരിച്ചു തള്ളു. അങ്ങനെ ഒരു ഗൂഢാലോചനയെ പറ്റി അദ്ദേഹത്തിനോട് പറഞ്ഞാൽ അദ്ദേഹം ചിരിച്ചു തള്ളത്തേ ഉള്ളൂ. എപ്പം അദ്ദേഹം അപ്രോച്ച് ചെയ്തത്, പ്രത്യേകിച്ച് ഈ പരാതിക്കാരി വന്ന് വളരെ മോശമായ ആക്ഷേപം ഉന്നയിച്ചപ്പോഴാണ്. പിന്നെ ഇവിടെ ചോദ്യം വന്നു, കേസ് കൊടുക്കാത്ത എന്താ എന്നുള്ള ചോദ്യം വന്നപ്പോഴാണ് അദ്ദേഹം ചെയ്തത്. എപ്പോഴാണ്? ഈ സാഹചര്യമാണ്. ഈ ജോപ്പന്റെ അറസ്റ്റിന്റെ കാര്യത്തിൽ VD സതീശൻ പറയുന്നതാണോ ശരി, KC ജോസഫ് പറയുന്നതാണോ ശരി? അല്ല, അതിനെക്കുറിച്ച് എനിക്ക് അറിവില്ല. അതിൻ്റെ സിറ്റുവേഷൻ എന്താണെന്ന്. അതൊരു വലിയ ക്രൂഷ്യൽ കാര്യമാണ്. എനിക്കറിയില്ല. അദ്ദേഹം വളരെ സംസാരം കുറവായിരുന്നുകൊണ്ട് എനിക്ക് വളരെ ലിമിറ്റഡ് ആയിട്ട് മാത്രമേ അത് ഈ കാര്യങ്ങളൊക്കെ പറയാറുള്ളൂ. വീട്ടിൽ പോലും അദ്ദേഹം ഞങ്ങൾ ആൻറ്റികളെ അപ്പയെ ഇതാക്കി പറയുമായിരുന്നു. മറ്റേ ഒരു സിനിമ പറയുമല്ലോ, അതേപോലെ അപ്പയെടുത്ത് ഞങ്ങൾ പറയുമായിരുന്നു. സംസാരം കുറവായതുകൊണ്ട് അതിനെക്കുറിച്ച് എനിക്ക് ഇത്രയും വലിയ കാര്യമല്ലേ, രാഷ്ട്രീയ ഇളക്കി മറിച്ച ഒരു സംഭവത്തെ കുറിച്ച് രാഷ്ട്രീയത്തിൽ താല്പര്യമുള്ള ചാണ്ടി ഉമ്മൻ ഈ കാര്യം ചോദിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് അത്ര എളുപ്പമാണോ വിശ്വസിക്കാനായിട്ട്? ഞാൻ അതിനകത്ത് എല്ലാ കാര്യങ്ങളും നമ്മൾ ചോദിക്കണമെന്നുണ്ടോ? ഇതൊരു സ്വന്തം ചോദിച്ചാൽ തന്നെ ഉത്തരം കിട്ടുമെന്നുണ്ടോ? അങ്ങനൊന്നും ഞാൻ പറഞ്ഞില്ല. എല്ലാ കാര്യങ്ങളും അദ്ദേഹം പറയാറില്ല. അദ്ദേഹത്തിന് എനിക്ക് തോന്നി അസുഖം വരാനുള്ളൊരു കാരണം ഈ ആക്ഷേപങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ സംഗ്രഹിച്ചു എന്നുള്ളത് തന്നെയായിരിക്കാം അദ്ദേഹത്തിൻ്റെ ഈ അസുഖ കാരണം. ബിക്കോസ് ഞാൻ അദ്ദേഹത്തെ വിഷമിച്ച് കണ്ടിട്ടില്ല. ഞാൻ കണ്ടിട്ടില്ല ഒരു ദിവസം അദ്ദേഹം വിഷമം കാണിച്ചിട്ടില്ല. പക്ഷെ വിഷമിച്ച് കണ്ടൊരു ദിവസമുണ്ട്. ആ ദിവസത്തിൽ ആ തീരുമാനമെടുത്തത് കേരളത്തിലെ ഇന്നത്തെ മുഖ്യമന്ത്രിയും അന്നത്തെ മുഖ്യമന്ത്രിയും. അദ്ദേഹത്തിനെതിരെ റേപ്പ് കേസ് എടുത്ത ദിവസം അദ്ദേഹം ഉറങ്ങിയിട്ടില്ല. അദ്ദേഹം അന്ന് ഞാനും അന്ന് ഉറങ്ങിയില്ല. ഞാനിവിടെ ഇല്ലായിരുന്നു. ഞാനന്ന് ഖത്തറിലായിരുന്നു, ഒരു പരിപാടിയായി ബന്ധപ്പെട്ട് പോയതാണ്. ഞാനും അന്ന് ഉറങ്ങിയില്ല. ആ ദിവസം അദ്ദേഹം ഉറങ്ങിയിട്ടില്ല. അതിനെക്കുറിച്ചുള്ള ഗൂഢാലോചനയാണല്ലോ ഇപ്പോഴത്തെ ചോദ്യം. അതിനെക്കുറിച്ചുള്ള ഗൂഢാലോചനയിൽ ആർക്കാണ് പങ്കെന്ന് എന്നെക്കാട്ടിൽ മികച്ചതായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇല്ല, ഞാൻ പറഞ്ഞു അങ്ങനെ ഡിസ്കഷൻ ഇല്ല. ഞാൻ അമ്മയെ വിളിച്ചപ്പോൾ അമ്മ പറഞ്ഞു ഈ രാത്രി ഉറങ്ങിയിട്ടില്ല എന്ന് എൻ്റെ അടുത്ത്. ഞാൻ ഖത്തറിൽ നിന്ന് സംസാരിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഉറങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞു. അതിലാദ്യമായിട്ടാണ് എനിക്കൊരു അദ്ദേഹം വിഷമിച്ച് കാണുന്ന ഒരു ദിവസം അന്നാണ്. എൻ്റയർ സോളാർ വിഷയത്തിൽ അദ്ദേഹം വിഷമിച്ച് കണ്ടത് ആ ഒരു ദിവസമാണെന്ന് പറയാം. എനിക്ക് അങ്ങനെ എൻ്റെ അറിവിൽ അദ്ദേഹം അന്ന് അവാർഡ് മേടിക്കാൻ പോയി. ഞാൻ കൂടുതൽ പോയില്ല. ഈ 2 ദിവസം കൊണ്ട് ഞാനില്ല. സ്വന്തം നേളായി കൂടെ നിന്ന ഒരാളോട്
ജോപ്പൻ. ആ ജോപ്പനെയാണ് ഉമ്മൻചാണ്ടി അറിയാതെ അറസ്റ്റ് ചെയ്യപ്പെട്ടത്. ആ ദിവസവും ഉമ്മൻചാണ്ടിക്ക് യാതൊരു വിഷമവും എനിക്കറിയില്ല. കാരണം അദ്ദേഹം ഉറക്കമില്ലാത്തതാണ് ഞാൻ അദ്ദേഹത്തിന് ഒരു വിഷമമായിട്ട് കാണുന്നത്. കാരണം ഇത്രയും സുഖമായിട്ട് ഉറങ്ങുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല.